ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ നമുക്ക് ഇമേജസ് എങ്ങനെയാണ് MS ഓഫീസ് പാക്കേജുകളിൽ ഇൻസർട്ട് ചെയ്യുന്നത്, അത് പല മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമായ കമാൻഡുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ചാനലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ ഇമേജ് നമ്മുടെ തയ്യാറാക്കപ്പെടുന്ന മാറ്ററിനോടൊപ്പം കൂട്ടിച്ചേർക്കുമ്പോൾ അതിനാവശ്യമായ നിരവധി കമാൻഡുകൾ നമുക്ക് MS വേഡ് ആയാലും എക്സൽ ആയാലും പവർ പോയിൻ്റ് ആയാലും നമുക്ക് തരുന്നുണ്ട്. അതിൽ പ്രധാനമായും ഏതൊക്കെ കമാൻഡുകളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ ഇമേജ് കമ്പ്യൂട്ടറിനകത്തേക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഫോട്ടോ എടുക്കുന്നതായാലും സ്കാനർ വഴി കൊണ്ടുവന്ന ഫോട്ടോയാണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിനകത്തത് സേവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ തയ്യാറാക്കിയ മാറ്ററിനോടൊപ്പം ഫോട്ടോ പോലെയുള്ളവ കൂട്ടിച്ചേർക്കാൻ നമ്മൾക്ക് പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള അഡീഷണൽ എലമെൻ്റ് MS വേഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസർട്ട് മെനു അല്ലെങ്കിൽ ഇൻസർട്ട് ടാബ് അല്ലെങ്കിൽ ഇൻസർട്ടിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇവിടെയും നമുക്കൊരു ഇമേജിനെ നമ്മുടെ തയ്യാറാക്കപ്പെട്ട് വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം ഒരു ഫോട്ടോയൂടെ നമുക്ക് ആഡ് ചെയ്യണം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ തയ്യാറാക്കുന്ന നമ്മുടെ ബയോഡാറ്റ, അതല്ലെങ്കിൽ നമ്മുടെ കരിക്കുലം വിറ്റ് എന്ന് പറയുന്നത്, അതിൽ കമ്പൽസറി ആയിട്ട് നമ്മുടെ CV നമ്മൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ ഇൻസർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. അത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ CVക്കുള്ളിൽ ആഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി MS വേഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ തന്നെ പോവുക. അവിടെ നമ്മുടെ CVക്ക് വേണ്ടുന്ന മാറ്ററുകളിലെ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുക. എത്ര പേജുണ്ടോ അത്രയും പേജുകൾ ടൈപ്പ് ചെയ്തതിന് ശേഷം, നമ്മൾക്ക് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ടും ചെയ്യാം, ചെയ്തതിന് ശേഷവും ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻസർട്ട് മെനു MS വേഡിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ പിക്ചർ എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഫോട്ടോ ബ്രൗസർ, നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുത്താം. അതേപോലെ തന്നെ പിക്ചർ ഫ്രം ഫയൽ, ഇതാണ് ശരിക്കും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലിനെ നമ്മുടെ MS വേഡിൻ്റെ പേജിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന കമാൻഡ്. അതല്ലെങ്കിൽ ഓൺലൈൻ പിക്ചറുകൾ, നിരവധി ഓൺലൈൻ പിക്ചറുകൾ നമുക്കെടുക്കണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾക്ക് സ്കാൻ ചെയ്ത പിക്ചർ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലുണ്ടെങ്കിൽ അതിനെടുക്കാൻ സഹായിക്കുന്നത് ഫ്രം കമ്പ്യൂട്ടർ പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് വെർഷനൊക്കെ ആണെങ്കിൽ അവിടെ നമ്മുടെ സ്കാൻ ഫ്രം പിക്ചർ സ്കാനർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ നിന്നുള്ള നമ്മൾ നോക്കി കറക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഏത് പിക്ചറാണോ നമ്മൾക്ക് എടുക്കാൻ ഉപയോഗിക്കുന്നത് ആ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പിക്ചർ അവിടെ ലഭ്യമായി കഴിഞ്ഞു. ഈ പിക്ചറിനെയാണ് പല രീതിയിൽ നമുക്കതിനെ ഫോർമാറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഫോർമാറ്റ് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ചെയ്യുന്നത് നമുക്ക് ആവശ്യകതയായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്ന പ്രവർത്തനമാണ്. അപ്പം നമുക്ക് ഈ പിക്ചർ ഇൻസർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ ടൂൾ ബാർ ക്രിയേറ്റ് ആവുന്നുണ്ട്. ടൂൾ ബാർ അല്ലെങ്കിൽ പുതിയ ഒരു മെനു ക്രിയേറ്റ് ആവുന്നുണ്ട്. പിക്ചർ ഫോർമാറ്റ് എന്നാണ് പറയുന്നത്. അതിൽ നിരവധി കമാൻഡുകളുണ്ട്. ഇപ്പം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസർട്ട് ചെയ്ത പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എല്ലാ MS വേഡിൻ്റെ അല്ലെങ്കിൽ MS ഓഫീസ് പാക്കേജുകളിലും ഈ പറയുന്ന എല്ലാ കമാൻഡുകളും ലഭ്യമാകണമെന്നില്ല. നിങ്ങൾ നോക്കാതെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പുതിയ ലേറ്റസ്റ്റ് വെർഷനുകളിലാണ് പുതിയ കമാൻഡുകൾ ആഡ് ചെയ്ത് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ കമാൻഡുകളും നമുക്കവിടെ ലഭ്യമാകണമെന്നില്ല. പിക്ചർ ഫോർമാറ്റ് എടുത്ത് അടുത്തത് കറക്ഷനാണ്. പിക്ചറിൽ എന്തെങ്കിലും കറക്ഷൻസ്, ഇവിടെ നമുക്ക് നിരവധി കറക്ഷൻസുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്ക് സൂട്ടബിളായിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്താൽ മതി, അത് അവിടെ അപ്ലൈ ആവും. അതേപോലെ തന്നെ കളറുകൾ, പല രീതിയിലുള്ള കളറുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. അത് ഏത് കളറാണ് നമുക്ക് സൂട്ടബിളായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൽ ആ കമാൻഡിനകത്തൊരു പ്രധാനപ്പെട്ട മറ്റൊരു കമാൻഡ് നമുക്കുണ്ട്. നമുക്കൊന്ന്
ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ മുമ്പേ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ സെറ്റ് ട്രാൻസ്പെറൻറ്റ് കളർ എന്ന് പറഞ്ഞൊരു സംഗതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് കളർ നമുക്ക് റിമൂവ് ആയി കിട്ടും. പക്ഷേ നമ്മുടെ കൈവശമുള്ള ഫോട്ടോഗ്രാഫ് നല്ല ക്ലിയറായിട്ട് ക്യാമറയിൽ എടുത്തതാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നിരവധി കമാൻഡുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്താൽ മതി. അതൊന്നും നമ്മൾ ഒരു മാറ്ററിനെ സംബന്ധിച്ചൊരു ബയോഡേറ്റ ഉണ്ടാക്കുമ്പോഴൊന്നും നമ്മൾ ഈ രൂപം കൊടുക്കരുത്. നമുക്ക് ജോലി തന്നെ കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് ചില എന്തെങ്കിലും മാഗസീനുകളോ അല്ലെങ്കിൽ ബ്രോഷറുകളോ ഒക്കെ ചെയ്യുമ്പോൾ സ്പെഷ്യൽ എഫക്ട്സുകൾ കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ മതിയാവും. തുടർന്ന് നമുക്ക് വരുന്ന കമാൻഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ബാക്കിയുള്ളതൊന്നും നമ്മൾക്ക് വളരെയധികം ഉപയോഗമില്ലാത്ത കമാൻഡുകളാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്തതൊരു കമാൻഡ്, നമുക്കിതിന് ബോർഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കമാൻഡ് ലഭ്യമാണ്. പിക്ചർ ബോർഡർ എന്ന് പറയുന്നത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് കളറിലുള്ള ബോർഡറാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. ബോർഡറിൻ്റെ സൈസ് എത്രത്തോളമാണ് അതെല്ലാം നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ബോർഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബോർഡറിൻ്റെ ലൈൻ്റെ തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഏത് കളറിലുള്ള ബോർഡർ വേണമെന്നുള്ളത് നമ്മളിവിടുന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ മതിയോ. അതിനനുസരിച്ച് അതിൻ്റെ ഒരു ബോർഡർ ക്രിയേറ്റ് ആവും. തുടർന്ന് വരുന്ന മറ്റൊരു കമാൻഡ് എന്ന് വെച്ചാൽ നമ്മൾക്ക് പൊസിഷനാണ്. നമ്മളൊരു പാരഗ്രാഫിനോടൊപ്പം തയ്യാറാക്കിയിരിക്കുന്ന ഒരു പിക്ചർ കൊണ്ടുവന്നതാണ്ട് ഈ രീതിയിലായിരിക്കും ക്രമീകരിച്ച് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് അതിന് ആ പൊസിഷനിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് റാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏത് രീതിയിൽ വേണം. ബിഹൈൻഡ് ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിക്ചർ അങ്ങ് ബാക്കിൽ പോകും, ടെസ്റ്റ് ഫ്രണ്ടിൽ വരുന്ന രീതിയിലുള്ളതായിരിക്കും. ഏത് രീതി എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് നോക്കി. അപ്പോൾ നമ്മളൊരു പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പാരഗ്രാഫിൻ്റെ തുടക്കത്തിലാണ് അത് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണം സെറ്റ് ചെയ്യാൻ. അത് മൂവ് ചെയ്താൽ മതി. അടുത്ത ഒരു കമാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു ടൂൾ ബാർ, ഒരു ബോർഡറുകൾ വരുന്നുണ്ട്, കുറേ ചെറിയ ചെറിയ സിമ്പലുകൾ വരുന്നുണ്ട്. അതിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പേജിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. പേജല്ല, നമ്മുടെ പിക്ചറിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പിടിച്ച് തിരിച്ചാൽ മതിയോ. തിരിക്കുന്നതിനനുസരിച്ച് അത് ഇമേജ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പിക്ചറിൻ്റെ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പറയുന്ന ഓരോ ചെറിയ ബോക്സുകൾക്കുള്ളിൽ ക്ലിക്ക് ചെയ്ത് വലിച്ചാൽ മതിയോ. മറ്റൊരു ആ ബോക്സിനകത്ത് തന്നെ നമുക്ക് പിക്ചറിൻ്റെ ഡയറക്ഷൻ മാറ്റാം. ഇപ്പം നമുക്ക് ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇത് നേരെ തിരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ആ ബോക്സിൽ പിടിച്ച് തിരിച്ചാൽ മാത്രം മതിയാവും. ഡയറക്ഷൻ മാറിക്കിട്ടും. അടുത്ത മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് പ്രധാനമായും പിക്ചറിന് വേണ്ടുന്നത് ക്രോപ്പ് ടൂളാണ്. അത് ടൂൾ ബാറിൽ തന്നെയുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലാത്ത പിക്ചറിനകത്തുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയാണ്. അഡീഷണലായിട്ട് സൈഡിൻ്റെ ബോർഡറിൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിലോ അത് ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് ക്രോപ്പ് ടൂൾ. ദയവായി എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.